Praise the Lord, hallelujah, and George Honora, a Christian apologist from Ernakulam, and today we are going to think about cardiac health in Bible. ബൈബിളിലെ ഹൃദയാരോഗ്യ പദ്ധതി എന്ന ആരും ഇതേവരെ പറയാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റുകൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അത് അച്ഛന്മാരോ കന്യാസ്ത്രീകളോ പെന്തക്കോസ്തുകാരോ നടത്തുന്ന ഒരു സ്ഥാപനമല്ല, പ്യൂർലി സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ലോകത്തിലെ വലിയ കാർഡിയോളജിസ്റ്റുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഗവേഷണ സ്ഥാപനമാണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം, അവർ ഹാർട്ട് ജനറേറ്റ്സ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 8 ഫീറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. നമ്മളുടെ ഹൃദയം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 8 അടി എല്ലാ മുന്നിലേക്കും പിന്നിലേക്കും എല്ലാ സൈഡിലേക്കും അത് വ്യാപരിക്കുന്നു. ഇൻ ഓൾ ഡയറക്ഷൻ, 8 അടി നീളത്തിലും വീതിയിലും ഇൻ ഓൾ ഡയറക്ഷൻസ്, 8 ഫീറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള എവിടെയാണ്? ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിഫോർണിയ. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ അളക്കുന്നതാണ് ഗൗസ് എന്ന് പറയുന്ന ഏകകം യൂണിറ്റ്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ടിന് 15 ഗൗസ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഇതാണ് നോർമലായിട്ടുള്ള സംഭവം. അപ്പോൾ നല്ലൊരു ഹൃദയത്തിന് 8 അടി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഓൾ ഡയറക്ഷൻസും 15 ഗൗസ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും വേണം. ഇത് ബൈബിളുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ഹാവ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇറ്റ് ഈസ് ഡിക്രീസ്ഡ്. നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ 8 ഫീറ്റ് എന്നുള്ളത് അത് വളരെയധികം കുറഞ്ഞു പോകും. അത് തന്നെ ഈ 15 ഗോസ് എന്ന അളവും കുറഞ്ഞിട്ട് അത് നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിനെ മൈക്രോഗ്ലിയൽ ആൻഡ് ആസ്ട്രോഗ്ലിയൽ ഇൻഫ്ലമേഷൻ, ഹൃദയത്തിന് ഒരുതരം ഇൻഫ്ലമേഷൻ ബാധിച്ചിട്ട് അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിക്കും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിന് ഉള്ള മരുന്ന് എന്താണ്? അത് ബൈബിളിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതെല്ലാം പോസിറ്റീവ് ഇമോഷൻസാണ്. ഈ പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹാർട്ടിന് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം. ഇത് സയൻസാണ് ഞാൻ പറയുന്നത്, വെറുതെ ബൈബിൾ കോട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് സ്പീക്ക് ജസ്റ്റ് റിലീജിയൻ മാത്രമല്ല ഈ പറയുന്നത്. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു. ഇതെല്ലാം നമ്മൾ പരിശീലിക്കുകയാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് 8 ഫീറ്റ് ഇൻ ഓൾ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി 15 ഗൗസ് ആയിരിക്കും. ഇതാണ് ഹെൽത്തിയർ ആയിട്ടുള്ളത്. അതല്ല നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ്, അത് വ്യക്തമായിട്ട് ഗലാത്യ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റ് പ്രവർത്തികളും, കുരിഷ്ട്, കുന്നായ്മ, പരദൂഷണം, കുതികാലുവെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിനെയാണ് ബാധിക്കുക. ആ ഹാർട്ടിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഷ്രിങ്ക് ചെയ്യും. ഇതെല്ലാം ECG യും EEG യും വെച്ച് അളന്നിട്ടുള്ള നമ്മളുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ECGയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് 60 times പവർഫുൾ ദാൻ ബ്രെയിൻ പ്രൊഡ്യൂസസ്. ബ്രെയിനിനെ അളന്നിട്ടുണ്ട് അവർ EEG വെച്ചിട്ട്. അതിൽ ഉണ്ടാകുന്ന ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ 60 ഇരട്ടി ശക്തിയുണ്ട് നമ്മുടെ ഹൃദയം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഹൃദയാരോഗ്യം വേണമെങ്കിൽ ഇതെല്ലാം അഭ്യസിക്കുക എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് പകരം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയെല്ലാം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയില്ല. ഒരു ആൻജിയോപ്ലാസ്റ്റിക്കും പോകേണ്ട കാര്യമില്ല. ഓപ്പൺ ഹാർട്ട് സർജറിക്കും
പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ ഇതൊന്നും പരിശീലിക്കാതെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് വചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാഴുകെട്ടി ചാവും എന്നൊക്കെ നാടൻ ഭാഷ പറയുന്നുണ്ട്, പാഴുകെട്ടി ചാവും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ കരുതലുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ദുഷ്പ്രവൃത്തികൾ, നെഗറ്റീവ് ഇമോഷൻസിന് ഒരിക്കലും അടിമകളാകരുത്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹാസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരപുത്സവം ഇവയ്ക്കൊന്നും നമ്മൾ പോകാതെ ഇരുന്നാൽ നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്. നമുക്ക് മൈക്രോഗ്ലിയൽ, ആസ്ട്രോഗ്ലിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി, ഓപ്പൺ ഹാർട്ട് സർജറിയും ഒന്നും ആവശ്യമായി വരില്ല. അതുകൊണ്ട് ബൈബിളിലെ ഈ ഹൃദയാരോഗ്യ പദ്ധതി നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നും, ഈ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിഫോർണിയ US നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുക. അവരുടെ ഗവേഷണങ്ങൾ വളരെ ശാസ്ത്രീയമാണ്. അപ്പോൾ ബൈബിള് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്കൊരു ഹൃദയാരോഗ്യ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ ബൈബിളിൻ്റെ ഈ വാക്യങ്ങളിലൂടെ അനുസരിച്ച് നടന്നാൽ നമുക്കത് സാധ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം.